പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥല ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് വാർത്തകളിലൊക്കെ നിറയുന്ന സ്ഥലമാണ്. ഈ ധർമ്മസ്ഥലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ മുരിങ്ങൂരിലേക്ക് എത്ര ദൂരമുണ്ടാവും? ഞാൻ ഈ ഭൂമിശാസ്ത്രപരമായ ദൂരമല്ല, രണ്ട് പ്രശ്നങ്ങൾ തമ്മിലുള്ള, രണ്ട് വസ്തുതകൾ തമ്മിലുള്ള ദൂരമാണ്. ധർമ്മസ്ഥലയുടെ വിവാദം നമുക്കറിയാം. ധർമ്മസ്ഥല ഒരു വലിയ ക്ഷേത്രമാണ്, ജൈനമതക്കാർ നടത്തുന്ന ഹിന്ദു ക്ഷേത്രം. ജൈനമതക്കാരാണ് പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ. ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു ടൗൺഷിപ്പാണ്. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഇരിക്കുന്ന അമ്പലം ഇരിക്കുന്ന സ്ഥലം ഒരു ടൗൺഷിപ്പാണ്. അവിടെ എന്തെങ്കിലും അക്രമം നടന്നാൽ അത് ക്ഷേത്രത്തിന് ബാധിക്കുന്നൊന്നുമല്ല. ക്ഷേത്രം സമാധാനം പറയണം എന്ന് പറയുന്നത് പോലെയാണ് ധർമ്മസ്ഥലയിൽ കുറേ കൊലപാതകങ്ങൾ നടന്നുവെന്ന് അവിടുത്തെ ഒരു മുൻ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരു അന്യമതസ്ഥൻ, അങ്ങനെയോടെ ഞാൻ പറയും, അയാൾ വന്നിട്ട് 2014 വരെ ഉള്ള 10 വർഷക്കാലം നടന്ന കുറേ കൊലപാതകങ്ങളിൽ വെളിപ്പെടുത്തിയ ആൾ ജൈനനോ ഹിന്ദുവോ അല്ല. വരട്ടെ, അത് വഴിയെ വരട്ടെ, പേര് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഏതായാലും അയാൾ വന്ന് പറയുന്നു 10 വർഷക്കാലം 2014 വരെയുള്ള കാലത്ത് 100 കണക്കിന് ജഡങ്ങൾ ഞാൻ കുഴിച്ചിട്ടു. ക്ഷേത്രത്തിലല്ല, നാട്ടിലാണ്. ധർമ്മസ്ഥല ക്ഷേത്രം ഇരിക്കുന്ന ഒരു ടൗൺഷിപ്പാണ്. അവിടെ വെച്ച് നടന്നു. അതിൽ ക്ഷേത്രത്തിലെ അധികാരികളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്, ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ പറയുന്നു 100 കണക്കിന് ജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പ്രായപൂർത്തിയാവാത്തവരുണ്ട്, പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ യൂണിഫോമോടെ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു, 15 പ്ലോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഏത് നാട്ടിൽ നടക്കുന്ന പോലെ ഒരു ക്രൈമായിട്ടേ കാണേണ്ടതുള്ളൂ. അത് ബന്ധിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. ഏതായാലും അവിടെ പോയി ഇയാൾ 15 സ്ഥലങ്ങൾ കാണിച്ചു. ഇപ്പോൾ 8 സ്ഥലങ്ങൾ കുഴിച്ചു കഴിഞ്ഞു. ഒരിടത്തുനിന്ന് എന്തോ അസ്ഥി കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ധർമ്മസ്ഥലയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രം കൊലപാതകികളുടെ സങ്കേതമാണ് എന്ന തരത്തിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ വന്നവരെ മുഴുവൻ ക്ഷേത്രത്തിലെ പൂജാരിമാരും എല്ലാവരുടെ കൊന്ന് റേപ്പ് ചെയ്ത് കൊന്ന് കുഴിച്ചിട്ടു എന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അന്വേഷണം നടക്കട്ടെ, പ്രത്യേക DGP റാങ്കിലുള്ള ഓഫീസറുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും കുഴിക്കുന്നിടത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല. അതല്ല, കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതേപോലെ വേറെ ഇപ്പോൾ സമീപ സമയത്ത് തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചകളിലുമായിട്ട് അയർലൻഡിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അയർലൻഡിൽ സെർക്യൂസ് മദർ ആൻഡ് ബേബി ഹോം എന്ന് പറഞ്ഞ സ്ഥലം, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്ന സെർക്യൂസ് മദർ ആൻഡ് ബേബി കെയർ സെൻ്ററാണ്, കത്തോലിക്ക സഭയുടെ സ്ഥാപനമാണ്. അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുക 796 കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കണ്ടെത്തി. അവിവാഹിതരായ സ്ത്രീകൾക്ക്, അവർ കന്യാസ്ത്രീകളുമുണ്ട് അല്ലാത്തവരുമുണ്ട്, അവരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടു. അതേ തുടർന്ന് 796 കുഞ്ഞുങ്ങളുടെ അസ്ഥി കണ്ടെടുത്തു. അത് കേരളത്തിൽ വാർത്തയല്ല. അയർലൻഡിൽ സെർക്യൂസ് മദർ ആൻഡ് ബേബി കെയർ സെൻ്ററിലെ സെപ്റ്റിക് ടാങ്കിൻ്റെ കണ്ടെടുത്തുകൊണ്ട് വീണ്ടും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോഴാണ് ഞാൻ മുരിങ്ങൂരിലേക്കുള്ള ദൂരം ആലോചിച്ചു. മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 974 പേരുടെ മരണം ദുരൂഹമാണെന്ന് അന്വേഷണ റിപ്പോർട്ടുകളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. കേരള പോലീസ് IG ആയിരുന്ന, പിന്നീട് DGP ആയി വിരമിച്ച വിൻസെൻ്റ് M. പോളിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി. ഒരു റിപ്പോർട്ടും വന്നു. അന്ന് വർഷങ്ങൾ വലിയ വാർത്തയായിരുന്നു. 974 ദുരൂഹ മരണങ്ങൾ. അത് ക്രൈസ്തവ സ്ഥാപനത്തിലായിരുന്നു, മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രം. ഒരു നടപടി ഉണ്ടായില്ല. അത് അന്നത്തെ ഇന്ത്യ വിഷനിലെ സ്റ്റാർ റിപ്പോർട്ടറായിരുന്ന S. വിജയകുമാറാണ് റിപ്പോർട്ട് ചെയ്തത്. വിജയകുമാർ ഇപ്പോൾ 24 ന്യൂസിലാണ്. 24 ന്യൂസിൽ വന്നതിന് ശേഷവും ആ കേസിനെ കുറിച്ച് 24ൻ്റെ തുടക്കകാലത്ത് ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ 974 ദുരൂഹ മരണങ്ങളുടെ അന്വേഷണം എവിടെ എത്തി എന്ന വലിയ ചോദ്യം 24 ഉന്നയിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ നേതൃത്വവും മറുപടി പറഞ്ഞില്ല, സർക്കാർ പറഞ്ഞില്ല, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ധർമ്മസ്ഥല എന്ന് പറയുന്ന ഇപ്പം ധർമ്മസ്ഥല പറഞ്ഞ ഏറ്റവും കൂടുതൽ ധർമ്മസ്ഥലയെ കളിയാക്കുന്ന ആരാന്നറിയോ? ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ഛത്തീസ്ഗഡ് പ്രശ്നത്തിൻ്റെ പേരിലുണ്ടായ ഒരു ചുരുക്കമുണ്ട്, അവർ ഏറ്റെടുത്ത് പറയണം. അപ്പോൾ നിങ്ങൾ അയർലൻഡിലെ 796 കുഞ്ഞുങ്ങളുടെ ജഡത്തെക്കുറിച്ച്, നിങ്ങൾ അസ്ഥികളെ കുറിച്ച് സംസാരിക്കുന്നില്ല. 974 ദുരൂഹ മരണം നടന്ന മുരിങ്ങൂരിനെ മറക്കുന്നു. ഇനി ഛത്തീസ്ഗഡ് പോലീസിൻ്റെ കണക്കുണ്ട്. മനുഷ്യക്കടത്തിന്
കൊണ്ടുപോയ 4400 പേരെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ റെസ്ക്യൂ ചെയ്തത്. 4400 പേരെ സർക്കാരിൻ്റെ കണക്കുണ്ട്. അതിൻ്റെ 10 ഇരട്ടി കാണാതെ പോയിട്ടുണ്ട്. ഇവിടെ അയർലൻഡിൽ തന്നെ അല്ല, ഛത്തീസ്ഗഡിൽ. അപ്പോൾ ഛത്തീസ്ഗഡിലെ കാര്യം നമ്മൾ അങ്ങനെ അതിവൈകാരികതയോടെ തിളച്ചു മറിയുമ്പോൾ ഈ കണക്കുകൾ ഇപ്പോൾ ഉണ്ടാക്കിയതല്ല. ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ കണക്കല്ല. അതിനു മുമ്പേ പോലീസിൻ്റെ റെക്കോർഡിൽ പറയുന്നത് 4400 പേരെ മനുഷ്യക്കടത്തായി ഛത്തീസ്ഗഡിലെ ആദിവാസികളെ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ 10 ഇരട്ടി ഓളം മിസ്സിംഗ് കേസുകളുമുണ്ട്. എവിടെയെന്നറിയില്ല. ഇത് സെക്സ് റാക്കറ്റ്, അടിമപ്പണി, മനുഷ്യക്കടത്ത്, അവയവ കൈമാറ്റം തുടങ്ങി എന്തിനും ഉപയോഗിക്കപ്പെട്ടിരിക്കാം. ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രം എറണാകുളത്ത് നിന്ന് കഷ്ടിച്ച് 50 കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ സംസാരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന്. അപ്പോൾ കേരളത്തിലും അയർലൻഡിലും എവിടെയാണെങ്കിലും മനുഷ്യരെ കൊന്നാൽ ഒരുപോലെ അല്ലേ? മനുഷ്യന് നേരെയുള്ള അതിഭീകരമായ ഒരാക്രമണമാണ്. കുഞ്ഞുങ്ങളെയാണ് അയർലൻഡ് 796 കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടമാണ് കിട്ടിയത്. അതെ, ഒന്ന് അയർലൻഡിലാണ്, മറ്റേത് ഛത്തീസ്ഗഡിലാണ്. പക്ഷേ കേരളം ഇതിനേക്കാളൊക്കെ നമുക്കും നമ്മുടെ മീഡിയക്കും അതാണ് 974 ദുരൂഹ മരണങ്ങൾ. വിൻസെന്റ് പോളിനെ പോലെ ഒരു മുതിർന്ന വിൻസെന്റ് പോളിനെ പോലുള്ള ഒരു ശക്തനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ, പിന്നീട് പോലീസ് മേധാവിയായി തീർന്ന ഒരാളുടെ കയ്യിൽ വന്നു ചേർന്ന ഒരു അന്വേഷണത്തിന് പോലും പിന്നെ തുമ്പുണ്ടായില്ല. അതാണ്. അപ്പോൾ ഈ സംഭവങ്ങളെ മാഷ് എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇതിൽ 2-3 എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ധർമ്മസ്ഥൽ എന്ന് പറയുന്നതിന് ഒരു ആത്മീയ കേന്ദ്രം എന്ന് സാറ് പറഞ്ഞ അനുസരിച്ച് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നേ ഉള്ളൂ. ആ പരിസരത്ത് എവിടെയോ, ആ നാട്ടിലെവിടെയോ നടന്നു എന്ന് പറയുന്ന ഒരു കേസിനെ കുറിച്ചാണ്. അത് തീർച്ചയായിട്ടും വരട്ടെ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊന്നും പറഞ്ഞുകൂടാ എന്തായിരുന്നു അതിൻ്റെ ഇനി എത്രമാത്രം വോള്യമുണ്ട്, ഈ പറയുന്ന മുഴുവൻ ശരിയാണോ, ഒരു പഴയ തൊഴിലാളി പറയുന്നതാണല്ലോ. അപ്പോൾ എന്തുമാത്രം വോള്യമുണ്ട്, അങ്ങനെ അതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഇൻറ്റൻഷൻ? അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്. 2014 മുതൽ ഒളിവിൽ പോയി എന്ന് പറയുന്ന ഈ ശുചീകരണ തൊഴിലാളി 2025 വന്നപ്പോൾ അയാളുടെ ഭയം എങ്ങനെയാണ് ഇല്ലാതായത്? സാധാരണ ശുചീകരണ തൊഴിലാളിയായ ഒരാൾക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ, പരാതികൾ അയക്കാൻ, ലീഗൽ എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെ കിട്ടി? കഴിഞ്ഞ 11 വർഷം ഇയാൾ എവിടെയായിരുന്നു ആർക്കും അറിയില്ല. ഇയാൾ എവിടെ പോയി വളരെ പെട്ടെന്ന് ഇയാൾ പൊന്തി വന്നിരിക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് ധൈര്യം കൊടുത്തത് ആരാണ്? അയാളുടെ പിന്നിലാരാണ്? തീർച്ചയായിട്ടും അയാളെ തിരിച്ചു കൊണ്ടുവന്നതിന് ഇത്രയും കാലം പറയാത്തത് പറയാൻ വെളിപ്പെടുത്തുന്നതിൻ്റെയൊക്കെ പിന്നിലെ താല്പര്യം. ഒരു കാര്യം കൂടെ പറയാം. ആ പ്രിയ സത്യം പറഞ്ഞതിന് കുറേ ആളുകൾ നമ്മളെ ഒന്ന് ചീത്ത വിളിച്ചു. കാരണം ഇപ്പം ധർമ്മസ്ഥലയിലെ ഈ സമരത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഇത് കോഴിക്കോടുകാരനാണ്. മനാഫ് എന്നാണ് അയാളുടെ പേര്. അർജുനന്റെ ലോറി ശിരൂരിൽ വെള്ളത്തിൽ പോയപ്പോൾ അവിടെ മുന്നിൽ നിന്ന ലോറി ഉടമ മനാഫ്. പിന്നെ സൈബർ തട്ടിപ്പൊക്കെ നടത്തി ആ കുടുംബം വരെ ഇയാളെ തള്ളി പറഞ്ഞു. ആ മനാഫ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ സമരത്തിന്റെ മുൻപന്തിയിലുണ്ട്. ഉടനെ ആളുകൾ പറയുന്നത് മനാഫ് ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യൻ പൗരന് എവിടെ പോയും ഇടപെടാം. എന്നാൽ മനാഫ് മുരിങ്ങൂർ വരുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല ഈ ഇപ്പോൾ ധർമ്മസ്ഥലയുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നും അതിൻ്റെ ദുരൂഹമായ അന്തർനാടകങ്ങളൊക്കെ നമുക്കിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അത് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എനിക്കറിയാൻ താല്പര്യമുള്ളൊരു കാര്യം സാറ്, ഈ മറ്റ് 2 കേസ്, ഒന്ന് അയർലൻഡിലെ വാർത്തയെങ്കിലും ആവട്ടെ ആണ്, ഒന്ന് അത് എന്തുകൊണ്ട് മൂടി വെക്കുന്നു? ലോകപ്രസിദ്ധമായ മാത്രമല്ല ചെറിയതല്ലല്ലോ വോള്യം, 796 അസ്ഥികൾ പറഞ്ഞാൽ 800ഓളം മനുഷ്യരുടെ അസ്ഥികൾ കണ്ടെത്തി എന്നുള്ളത് വാർത്തയല്ല എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു വല്ലാത്ത എന്താണ് അതിന് പറയുക, ഒരു ഭയങ്കരമായ ക്രൈം അല്ലേ അത്? ഒരു മീഡിയ ക്രൈം എന്ന് വേണം അത് മൂടി വെക്കുന്നതിനെ കുറിച്ച് പറയാൻ. 3, നമ്മളെപ്പോഴും വാർത്തകളുടെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ കണക്കാക്കുക? അടുത്തുള്ളതിൽ നിന്ന് അകലെയുള്ളതിലേക്കാണ്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിൽ നടന്നു എന്ന് പറയുന്നൊരു വാർത്ത, നടന്നൊരു സംഭവം ഒരു ഘട്ടത്തിൽ വാർത്തയായത് പിന്നീട് നമുക്ക് എങ്ങനെയാണ് മറവിയിലേക്ക് തള്ളിക്കളയുക? എന്തായിരുന്നു ഈ അന്നത്തെ വാർത്തയുടെ ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല. സാർ അന്ന് മാധ്യമരംഗത്ത് സജീവമായിട്ട് അന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരുപാട് പേര് അവിടെ അന്തേവാസികളായിരിക്കുന്ന ആളുകൾ വളരെ ദുരൂഹമായി മരിക്കുന്നു, പോലീസിനെ അറിയിക്കാതെ വളരെ പെട്ടെന്ന് കുഴിച്ചിടുന്നു എന്ന തരത്തിൽ ആ വാർത്ത വന്നു. ഒന്നുകിൽ എനിക്ക് തോന്നിയൊരു സംശയം, ഈ മനോരോഗികൾ പലപ്പോഴും ആണ് ഇത്തരം ഈ വലിയ ധ്യാനം കൂടാൻ പോകുന്നത്. മാനസികമായ വലിയ സംഘർഷം, ഡിപ്രഷൻ ഒക്കെ ഉള്ളവരാണ് പോകുന്നത്. അവർക്ക് കൊടുക്കുന്ന പലതരം ട്രീറ്റ്മെന്റ് മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ ഏർവാടിയിൽ പോകാറുണ്ട്. തമിഴ്നാട്ടിൽ തീപിടുത്തം ഉണ്ടായിട്ട് കുറെ ആളുകൾ ഒരുപാട് പേര് മരിച്ചു. അവിടെ കൊണ്ടുപോയിട്ട് ഈ പാവങ്ങളായ അവരെ ചങ്ങലക്കിടുക ചെയ്യുക. മാത്രമല്ല ഭീകരമായി മർദ്ദിക്കുന്ന അനുഭവമുണ്ട്. മനോരോഗികളാണെന്ന് ഓർക്കണം, മിണ്ടാപ്രാണികളാണ്. അവരെ അത്തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. അത്തരത്തിൽ വല്ല നീക്കങ്ങളും ഈ അത്യാചാരങ്ങളും ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു? അതോ
എന്താണ് എങ്ങനെയായിരിക്കണം ഇത്രയേറെ പക്ഷേ 954 പേരുടെ ദുരൂഹ മരണം. 1000-ഓളം മനുഷ്യരാണ്, ഒന്നും രണ്ടും അല്ല. അവരുടെ ബന്ധുക്കൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. കുറേ പൊതുപ്രവർത്തകരാണ്. കേരളകൗമുദി ഈ വാർത്ത കൊടുത്ത ഏത് കൊല്ലം ഏതാണ്? കേരളകൗമുദി ഈ വാർത്ത കൊടുത്തത് ഒരു 15 വർഷത്തിനപ്പുറത്താണ്. അതിനുശേഷം ഇന്ത്യ വിഷൻ ഗംഭീരമായ വാർത്തകൾ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, വിജയകുമാർ ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്തു. വിൻസെന്റ് പോളിന്റെ റിപ്പോർട്ട് ചാനലിലൂടെ ബ്രേക്ക് ചെയ്ത് വിജയകുമാർ കൊടുത്തത് അടുത്ത കാലത്തായിരിക്കുമല്ലോ. 24 വീണ്ടും അത് റീഓപ്പൺ ചെയ്തു. 24ന്റെ ആരംഭകാലത്ത് ഒന്നും സംഭവിച്ചില്ല. എന്താണ് ആർക്കും അല്ലേ? ആർക്കും ഒരു ഇഷ്യൂ ഇല്ല, മനുഷ്യാവകാശ പ്രവർത്തകന്മാർക്കില്ല. സിമ്പിൾ സാർ കേരളത്തിലെ പ്രമുഖമായ ഒരു സഭയുടെ സ്ഥാപനമാണ്. ഓ, അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ ഈ ഒരു സഭാപേടി ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ മീഡിയ എന്നൊന്നും പറഞ്ഞു നടക്കരുത് ഇവന്മാരൊക്കെ. ഈ ഏർപ്പാട് നിർത്തി പോകണം. ഞാൻ പറയണത് അല്ല, ഏറ്റവും ചുരുങ്ങിയത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്? ശബ്ദമില്ലാത്ത മനുഷ്യന്റെ ശബ്ദം എന്നാണ് മീഡിയയെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ഏതായാലും ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മസ്ഥലയിൽ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. പക്ഷെ ധർമ്മസ്ഥല പറയുമ്പോൾ അയർലൻഡ് ഓർക്കണം, മുരിങ്ങൂരും കൂടി ഓർക്കണം, നിർബന്ധമായിട്ട് ഓർക്കണം. അത്തരം വാർത്തകൾ അന്വേഷിക്കാനുള്ള ഒരു പ്രേരണയെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ഈ ഇടപെടൽ കൊണ്ട് ഉണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.